ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നാടോടി വ്ലോഗ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പുറത്തോട്ട് അങ്ങനെ കൂടുതൽ പോയിട്ടില്ല. പിന്നെ പോയപ്പോഴും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യങ്ങളല്ലായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന കണക്കാൻ ഇവിടെ വീഡിയോ എടുക്കണമെങ്കിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും വേണം വീഡിയോ എടുക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഇനി വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് അള്ളിയിൽ വരെ ഒന്ന് പോകണം. അള്ളിയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. സോ ഒന്നുമില്ല, വെള്ളം തീർന്നു പോയി. അപ്പം വെള്ളം ഇനിയിപ്പോൾ ഒരു കുപ്പി വെള്ളം കൂടി ഇനി ബാക്കിയുള്ളൂ. അപ്പം കുറച്ച് വെള്ളം മേടിക്കണം. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ. പിന്നെ നാളെ നമുക്ക് പിന്നെ പോകാനുണ്ട്. നാളെ നമുക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. സോ അതുകൊണ്ട് നാളെ പോകാനടുത്ത് ബാക്കി സാധനങ്ങൾ നാളെ മേടിക്കും. കുട്ടു ഡ്യൂട്ടിക്ക് പോയി പോയത് കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പം ഇപ്പം സമയം 6:30 കഴിഞ്ഞു കേട്ടോ. സമയം 6:30 കഴിഞ്ഞു. 7 മണി ആവാറായി. ഉണ്ടോ വെട്ടമുണ്ട്, എന്നാലും നല്ല വെട്ടമുണ്ട്. ഇവിടെ ഇപ്പോൾ 9 മണി ആവുന്നേരത്തിനൊക്കെ രാത്രി കേട്ടോ. നേരത്തെ ഒരു 10-10:30 ആ ഒരു സമയത്തായിരുന്നു ശരിക്കും നല്ല രീതിയിൽ രാത്രി ആയിക്കൊണ്ടുണ്ടായിരുന്നേ. പക്ഷെ ഇപ്പം കുഴപ്പമില്ല, ഒരു 9 മണിയൊക്കെ ആവുന്നിടത്ത് തന്നെ രാത്രി ആവും. അപ്പം ഈ പറഞ്ഞ കണക്ക് തന്നെ കുട്ടു 9:30 ആകുമ്പോഴത്തേനും കുട്ടു എത്തും. രാവിലോട്ട് പോകണമെന്ന് ഓർത്തുകൊണ്ടിരുന്നതാണ് സംഭവം. പക്ഷെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലോട്ടൊരു ചെറിയ രീതിയിൽ മഴ പെയ്തുകൊണ്ടായിരുന്നേ. സോ അങ്ങനെ പോക്ക് നടന്നില്ല. അപ്പം പോകുന്നത് വെച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ സന്തത സഹചാരി എന്ന് പറയുന്ന ഈ സാധനം കേട്ടോ. ഈ സൈക്കിളിലാണ് നമ്മൾ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. കുട്ടിന് വേറെ സൈക്കിളുണ്ട്. പണ്ട് നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ഗിയർ സൈക്കിൾ കിട്ടുമായിരുന്നെങ്കിലും നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ കിട്ടിയില്ല. നമുക്ക് മേടിക്കാൻ പറ്റിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മേടിക്കാൻ പറ്റിയൊരു സാഹചര്യമൊക്കെ വന്നപ്പോഴത്തേനും എന്നാ പറയണ്ടേ, നമുക്ക് കുറച്ചും കൂടി പ്രായമായി. പിന്നെ ആ ഒരു ഇത് വിട്ടു. പിന്നെ ബൈക്ക്, സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി അല്ലേ. അപ്പം ഞാൻ എപ്പോഴും കുട്ടനോട് പറയാം, എനിക്കൊരു സൈക്കിൾ വേണം. പക്ഷെ അതിവിടെ എത്തിയിട്ടാ സാധിച്ചെന്നേ ഉള്ളൂ. ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. നമുക്ക് വണ്ടി മേടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല ഇവിടെ ഇപ്പം തൽക്കാലം. അതിനേക്കാളും വണ്ടി മേടിക്കുക എന്നതിനേക്കാളും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം അതിനുള്ള ആവശ്യമൊന്നുമില്ല, നമുക്കിപ്പം മതി. ഇപ്പം എന്തായാലും നമുക്ക് ബസ്സിൽ പോകാം. ബസ്സിലും ട്രെയിനിലെല്ലാം ഫ്രീ ആണ്. മാസത്തിൽ പേ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, DBയിൽ പേ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഫ്രീ ആണ്. ഒരു 63 യൂറോ ഉണ്ടെങ്കിൽ നമുക്ക് ജർമ്മനിയിൽ എവിടെ വേണമെങ്കിലും ബസ്സിലോ ട്രെയിനിലോ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മുടെ അത്യാവശ്യം നമ്മുടെ കടയിൽ പോകാനും വൈകുന്നേരം ആകുമ്പോഴത്തേനൊന്ന് റൗണ്ട് അടിക്കാനൊക്കെ ഈ സൈക്കിൾ തന്നെ ധാരാളമാണ്. സോ അങ്ങനെ അപ്പം ഞാൻ ഒന്ന് സൈക്കിൾ എടുത്തിട്ട് മെല്ലെ ഇറങ്ങട്ടെ. ഞാൻ പറഞ്ഞ കണക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ മൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാമറയ്ക്കുള്ളത്. ഇപ്പം എന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഞാൻ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായല്ലോ. പിന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് മാത്രമാണ് ഒരു വീഡിയോ എടുക്കുന്നത്. ശരിക്കും ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അപ്പം ഇനി മെല്ലെ പോവാം. മഴ വരുമെന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. ഇനി മഴ വന്നില്ലായിരുന്നാൽ മതിയായിരുന്നു. നല്ല കാറ്റുമുണ്ട്. നല്ല കാറ്റാണ് രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ നല്ല മഴയായിരുന്നേ. ഇപ്പം വലിയ കുഴപ്പമില്ല. പക്ഷെ നല്ല കാറ്റുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നത്. സോ എനിക്കിപ്പോൾ ഒന്ന് ശീലമായി വന്നോളൂ. കാണിച്ചിട്ടുണ്ട് അവിടുന്ന് നമ്മുടെ ഇന്ത്യയിൽ ലെഫ്റ്റ് സൈഡല്ലേ, ഇവിടെ വന്നപ്പോഴത്തേനും ഭയങ്കര കൺഫ്യൂഷൻ. അങ്ങനെ
നമ്മുടെ ബസ് സ്റ്റാൻഡാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലേ. ഇപ്പം ഞാൻ ലെഫ്റ്റിൽ കൂടെ പോകുന്നത്. കാരണം വെച്ചാൽ നമുക്ക് പോകാനുള്ള വഴി ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ്. ഇവിടുന്ന് ക്രോസ് ചെയ്ത് കയറാൻ വേണ്ടി ബുദ്ധിമുട്ടായതുകൊണ്ട് ലെഫ്റ്റിൽ കൂടെ കയറിയതാണ്. ഇവിടെ ഫ്രണ്ടിലൊരു 2 മീൻ്റെ ബോർഡ് കണ്ടോ? അത് കൊടുത്തൊരു മാർക്കറ്റാണ്. അവിടെ നമുക്ക് ഇലക്ട്രോണിക്സ് ഐറ്റമോ അല്ലാത്ത എല്ലാം ഐറ്റംസ് എല്ലാം വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം അവിടെ കിട്ടും. പിന്നെ പച്ചക്കറി, അടുക്കള സംബന്ധമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടുതലും കിട്ടുന്നത് ഇവിടെ ആൾഡിയിലാണ് നോർമലായിട്ട് കിട്ടുന്നത്. കൂടുതൽ ആൾക്കാർ ഇവിടെ എല്ലാം സൈക്കിൾ യൂസ് ചെയ്യുന്നു കേട്ടോ. ഡ്യൂട്ടിക്ക് പോകാനും അതിനൊക്കെ ആയിട്ട്. വിൻ്ററൊക്കെ ആകുമ്പോഴേ കൂടുതലും കാറൊക്കെ എടുക്കത്തുള്ളൂ. ഗിയർ സൈക്കിൾ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ഈ ചെറിയ കയറ്റമൊക്കെ വരുമ്പോൾ തന്നെ നല്ലോണം കഥയ്ക്കും. കാരണം നമുക്കിത് ചവിട്ടി ശീലമില്ലല്ലോ. സാധാരണ നമ്മൾ ഈ എന്നാ പറയണ്ടേ, സാധാരണ നമ്മൾ ഈ വണ്ടിയൊക്കെ കയറിയിരുന്ന് നേരെ ഈ ആക്സിലേറ്ററും കൊടുത്ത് പോകുന്ന പോക്കല്ലേ, ആക്സിലേറ്ററും കൊടുത്ത് പോകുന്നതല്ലേ. ഇവിടെ ഒന്ന് കുറേ നാളായി സൈക്കിളൊക്കെ കേട്ടോ. നല്ല പട്ടി, നോക്കിക്കേ, അടിപൊളി പട്ടി, നല്ല രസമുണ്ട് കാണാൻ. പട്ടിക്കുട്ടാ. ഇവിടെ നമ്മുടെ ആൾഡി മുമ്പിൽ കാണുന്നതാണ്. ഇവിടുത്തെ ആൾഡി. ഇവിടെ നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷെ ഉള്ളിൽ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. എന്തായാലും പോയി എടുക്കാം. പിന്നെ വരുന്നത് വെച്ച് നോക്കാം. അവിടെ ഇവിടെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. യെസ്, നമുക്കൊരു കിലോ കോഴി എടുക്കാം. 100. ഒരു കോഴി എടുത്തു. പിന്നെ പന്നി, ദാട്ടർച്ചയാണ് ഇത്. പന്നിയിറച്ചി. ഇതെല്ലാം സ്റ്റേക്കിനും ഗ്രില്ലിനും വേണ്ടിയിട്ടുള്ളതൊക്കെയാണ്. ഗ്രില്ലിന് വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് വെള്ളമാണ്. വെള്ളം പഞ്ചസാര എടുക്കണം. പഞ്ചസാര അവിടെ ആളുണ്ട്. ഇതെല്ലാം ബിയറും കുപ്പിയാട്ടോ. ഫുള്ള് ബിയറാ. ഇത് വൈൻ സെക്ഷൻ. ഒരു കുപ്പി വെള്ളം കൂടി എടുക്കാം. നമുക്ക് 1.5 ലിറ്ററിൻ്റെ 6 വെള്ളക്കുപ്പി എടുത്തു. പിന്നെ ഇവിടുന്ന് വേറെ ഒന്നുമില്ല. കുട്ടൂന് ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് കൊണ്ടുപോകാൻ വേണ്ടി എന്തെങ്കിലും മേടിക്കണം. സോ അങ്ങോട്ട് പോവാം. ഇങ്ങനെ എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുന്ന നേരത്ത് കൊണ്ടുപോകാമല്ലോ.
അതുകൊണ്ട് ഇതുകൊണ്ട് ഈ സാധനത്തിന് 1.159, അതായത് നമ്മുടെ 160 രൂപ 165 രൂപ വരും കേട്ടോ ഈ ഇതൊരെണ്ണത്തിന്. എന്തെങ്കിലും ഒരു 2 സാധനം എടുക്കാം. നമുക്കൊരു ഇത് 2 എണ്ണവും പിന്നെ ഇത് 2 എണ്ണം എടുക്കാം. ഇത് ആപ്പിളിൻ്റാണ്, ഇതിൻ്റെ ഉള്ളിൽ ആപ്പിൾ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇത് 2 എണ്ണം എടുക്കാം. ഇത് കുട്ടൂന് ഇഷ്ടമാണ്, അവൾക്ക് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. പിന്നെ നാളെ രാവിലെ നമുക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടല്ലോ. സോ നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം, ഒന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല. സോ അതുകൊണ്ട് അത് 2 എണ്ണവും ഈ സാധനം 2 എണ്ണവും കൂടി എടുത്ത് നോക്കാം. ഇതെന്നാന്ന് ഞാനിതുവരെ കഴിച്ചിട്ടില്ല. ഇത് 2 എണ്ണം വേറെ ഇടണോ പോലും ഇടുന്നതായിരിക്കും. ഇത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെള്ളമായി കുട്ടൂനെ കൊണ്ടുപോകാനുള്ള സാധനമായി. ഇതുണ്ട്, ഇത് മുഴുവന് കുപ്പികളാട്ടോ. കണ്ട, ഇവിടെ വൈൻ കുപ്പികളാണ്, പലതരത്തിലുള്ള വൈനാണ്. ഇവിടെ വെള്ളത്തിനേക്കാളും ശരിക്കും പറഞ്ഞാൽ 1.5 ലിറ്റർ വെള്ളത്തിന് കൊടുക്കുന്നേക്കാളും കുറവാണ് ബിയറിനുള്ളത്. വൈനുണ്ട്, വൈന് പല റേറ്റിലുള്ള വൈനുണ്ട്. ഈ സംഭവം നല്ല അടിപൊളി കേട്ടോ, സ്പ്രിറ്റ്സിൻ്റെ കുഴപ്പമില്ലാത്ത. ഇതിന് ആൽക്കഹോൾ കണ്ടൻറ്റും 5.5 ആൽക്കഹോളുള്ളൂ. നല്ല സാധനം. നമ്മുടെ സ്പ്രൈറ്റിൻ്റെ ഒരു ടേസ്റ്റ്. സ്പ്രൈറ്റ് കുടിക്കുന്നതൊക്കെ തോന്നത്തുള്ളൂ. അങ്ങനെ പിന്നെ ഇവിടെ ഹോട്ടുണ്ട്. നല്ല ഹോട്ട് സെക്ഷനാണ്. വോഡ്ക്കയും നല്ല വോഡ്ക്ക കേട്ടോ ഉള്ളത്. ഇത് ആമറട്ടോ ഒറിജിനൽ ഇറ്റാലിയൻ 21.25. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഇത് 37.5 കേട്ടോ ഇതിൽ ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ള. ഇത് ആപ്പിളും ബിർണയുടെയും കൂടി ഉള്ള മിക്സാണ്. സോ അതവിടെ ഇരിക്കട്ടെ. ഇതിന് 6.99, അതായത് അടുത്ത 710 രൂപ. ഇതാണ് ഇവിടുത്തെ പഞ്ചസാര, സുക്കർ. ഇതിന് 99 രൂപ കേട്ടോ, 1 കിലോയ്ക്ക്. 99 അല്ല, 99 സെൻറ്റ്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് പോവാം. കാരണം ഞാൻ ബാഗ് എടുത്തില്ലായിരുന്നു വരാൻ നേരത്ത്. സോ നമുക്ക് ഇത്രയും സാധനം കൊണ്ടുപോകാനുള്ള വകുപ്പേ ഉള്ളൂ. ഇനി പോയിട്ട് ബില്ലാക്കട്ടെ. ബില്ലാക്കാൻ നേരത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ബില്ലാക്കിയിട്ട് പുറത്തെത്തിയിട്ട് കാണാം കേട്ടോ. എന്താട്ടെ ഇവിടുത്തെ തൈര്. ഇത് നമുക്ക് ഫാറ്റ്, പല അളവിൽ ഫാറ്റ് ഉള്ളത് കിട്ടും തൈര്. അപ്പോൾ ഞാൻ ഒന്ന് പോയി ബില്ലാക്കട്ടെ. പിന്നെ വെള്ളക്കുപ്പിയെല്ലാം വണ്ടി വെച്ചിട്ടോ, സൈക്കിളിൽ വെച്ചത്. ഈ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട് മെല്ലെ പോവാം. മഴ വരാനുള്ള ചാൻസസ് കുറേ കാണുന്നുണ്ട്. അത് മാത്രമല്ല 8 മണി ആയിട്ടോ.
ഓ, ഇനി നമുക്ക് മെല്ലെ വിടാം. അപ്പം നമ്മളിവിടെ നിന്ന് ആളിൽ നിന്ന് മെല്ലെ ഇറങ്ങി. ഇവിടെ സംഭവം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോട്ടോട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ചോണം പോകാൻ വേണ്ടി. കാരണം ഇവിടെ ഭയങ്കര ട്രാഫിക് റൂൾസും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സൈക്കിളിനായതുകൊണ്ട് കുഴപ്പമില്ല, വലിയ വണ്ടിയുടെ കാര്യം പറഞ്ഞേ. സോ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം പോകാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ഷോപ്പിംഗ് ആയിരുന്നു. കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് എടുത്തതാ. ഇവിടെ പിന്നെ എല്ലാവരുടെ കയ്യിലും പിള്ളേരുടെ കയ്യിലെല്ലാം, പിള്ളേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കോളേജിൽ പോകുന്ന പിള്ളേരൊക്കെയാണെന്ന് തോന്നുന്നു. എന്നാന്ന് അറിയത്തില്ല, മിക്ക പിള്ളേരും സ്മോക്ക് ചെയ്യും. എല്ലാവരുടെ കയ്യിലും സിഗരറ്റ് ഉണ്ടോ കാണിച്ചിട്ടുണ്ട്. ഇവിടെ തണുപ്പാണല്ലോ നോർമലി, നമ്മളിവിടെ തണുപ്പായതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും സിഗരറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാവരും ഡ്രിങ്ക്സ് ചെയ്യുകയും ചെയ്യും. തണുപ്പുള്ളിടത്തെല്ലാം അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ആരും ഒന്നിനും ശല്യപ്പെടുത്തതൊന്നുമില്ല കേട്ടോ. അവരവരായി അവരുടെ പാടായി. നമ്മുടെ നാട്ടിലത്തെ പോലെ എത്തിനോട്ടോ അല്ലെങ്കിൽ ഒളിഞ്ഞു നോട്ടോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നേരിട്ട് പറയും. ബൈക്കുകൾ കുറവാണ്. പിന്നെ ടോട്ടലി ഫുള്ളായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ബൈക്കുകൾ കുറവാണ്. പക്ഷെ ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ കുറവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ തട്ടകത്തിലെത്തി. ഇപ്പം കഞ്ഞിയും കറിയും വെക്കണം. കുട്ടി വരുന്നതിന് മുമ്പ് നിങ്ങൾ വന്ന് കഴിഞ്ഞിട്ട് കഞ്ഞിയും കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇത്. പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല. അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ഇടണമല്ലോ എന്ന് ഓർത്തിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾക്കൊന്നും പറ്റാൻ പോകുന്നില്ല. സോ ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചരേ.